ഈ മീറ്റിംഗ് എന്ന് കഴിഞ്ഞാൽ ആ ഡേറ്റ് എടുത്തു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് അത്യാവശ്യം ഫണ്ട് എല്ലാ രീതിയിലും കിട്ടും. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ, കാരണം എനിക്ക് ഈ ഇലക്ഷന് വേണ്ടി ചെലവ് ചെയ്യാനുള്ള ഫണ്ടാണ്. ഇലക്ഷന് വേണ്ടി ചിലവാക്കാനുള്ള ഫണ്ട് റോബിൻ്റെ കിട്ടും. ഇലക്ഷന് വേണ്ടി ചിലവാക്കാനുള്ള ഫണ്ട് റോബിന് തോന്നുന്ന പോലെ ചിലവാക്കാൻ പറ്റും. അത് കൊള്ളാലോടാ മോനെ, അത് കൊള്ളാലോ സാധനം. ഇന്ന് 18/12/2025 വ്യാഴാഴ്ച, സമയം 7 മണിയാവാൻ പോകുന്നു വൈകുന്നേരം. അപ്പോൾ എനിക്കൊരു 4 ലക്ഷം രൂപയുടെ എമർജൻസി ഉണ്ട്. 4 ലക്ഷം രൂപയുടെ എമർജൻസി ഉണ്ട്. അയ്യോ. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് റോബിൻ രാധാകൃഷ്ണൻ്റെ വിഷയമായിട്ടാണ്. ഒരു എക്സ്ക്ലൂസീവ് ചാറ്റൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആ ചാറ്റൊക്കെ പറഞ്ഞ് അതിനകത്ത് വെക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് കാണാം. നമ്മൾ ആദ്യമായിട്ട് കാണുന്നതിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതിലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണ്. എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സമ്പാദിച്ചൊരു സൗഹൃദപരമായ നീക്കത്തിന് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, പറയുന്ന പരിപാടികളൊക്കെ ചെയ്യുക കേട്ടോ. നേരെ വിഷയത്തിലേക്ക് ഇറക്കാം. വിഷയം എന്ന് പറഞ്ഞാൽ അബിൽ ദേവ് എന്ന് പറയുന്ന പുള്ളിക്കാരുടെ നിന്നും വേദലക്ഷ്മി ബിഗ് ബോസിലുണ്ടായിരുന്ന പുള്ളിക്കാരുടെ നിന്നും അങ്ങനെ കുറച്ചധികം ആളുകളുടെ നിന്ന് നമ്മുടെ റോബിൻ രാധാകൃഷ്ണൻ കുറച്ച് ദമ്പടി വാങ്ങി. ഇത് നമുക്കറിയാവുന്ന കുറച്ച് പേരാണ്. ഇതുപോലെ ഒരുപാട് പേരുടെ നിന്ന് കുറച്ച് ദമ്പടി വാങ്ങി. ഈ ദമ്പടികൾ തിരിച്ചു കൊടുക്കുന്നില്ല. കൊടുക്കാത്തതിൻ്റെ കാരണമായിട്ട് റോബിൻ പറയുന്നത് അവർ മറ്റവരുടെ നിന്ന് ഫണ്ട് മേടിച്ച് എനിക്ക് തന്ന്, പക്ഷേ ഇവരുടെ അക്കൗണ്ട് നമ്പർ തന്നാലേ ഞാൻ പൈസ കൊടുക്കും, അല്ല ഞാൻ പൈസ കൊടുക്കുന്നില്ല. അല്ലെങ്കിൽ പൈസ വേണമെങ്കിൽ അവർ ലീഗലി പോട്ടെ, അവർ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കേസ് പറഞ്ഞ് എനിക്ക് തന്ന പൈസ മേടിച്ചിട്ട്, അല്ല അത്രേ ഉള്ളൂ. ഈ ഒരു സെറ്റപ്പിൽ ഉള്ളൊരു സെറ്റപ്പാണ് റോബിൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സെറ്റപ്പ്. നമുക്കപ്പോൾ ആദ്യം റോബിൻ പറയുന്നത് കേൾക്കാം. ഓക്കെ, ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ്, അത്യാവശ്യം നല്ല രീതിയിൽ എന്ത് ചെയ്തു ഏൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫണ്ടും കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം 2024 ചെറിയ രീതിയിലൊരു ഫിനാൻഷ്യൽ സ്ട്രഗിൾ വന്നു. ഈ ഫിനാൻഷ്യൽ സ്ട്രഗിൾ എല്ലാവർക്കും തന്നെയാണ്. അത് അംബാനി തൊട്ട് എല്ലാവർക്കും ഫിനാൻഷ്യൽ സ്ട്രഗിൾ വരും. ഫണ്ട് ചിലപ്പം നമുക്ക് കുറവ് വരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ചോദിക്കും, തിരിച്ചു കൊടുക്കും. അത് മനുഷ്യരുടെ ഇടയിൽ എല്ലാവർക്കും നടക്കുന്ന കാര്യമാണ്. അത് എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും നടക്കുന്നതാണ്. പിന്നെ അതെ, എല്ലാവർക്കും നടക്കുന്ന കാര്യമാണ്. അംബാനിക്ക് ഉൾപ്പെടെ സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങൾ വരും, നമുക്കും വരും. ഞാനും ഇപ്പോൾ സാമ്പത്തികമായിട്ട് നല്ല പ്രശ്നത്തിൽ നിൽക്കുകയാണ്. പക്ഷെ അങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ മറ്റൊരുത്തിൻ്റെ നിന്ന് കടം മേടിച്ചു കൊടുക്കുമ്പോൾ അവൻ തിരിച്ച് കടം തന്ന പൈസ എവിടെ മോന്യൂസേ എന്ന് പറയുമ്പോൾ പെടലിക്കൊരു തട്ടും തട്ടി ഞാൻ രാഷ്ട്രീയക്കാരനാണ് അറിയാലോ, കേന്ദ്രത്തിൽ നിന്ന് ആ സാധനം അല്ല ചെയ്യേണ്ടത്. മേടിച്ച പൈസ തിരിച്ചു കൊടുക്കാനുള്ള പ്രാപ്തി ഉണ്ടാവാം. ഇല്ലെങ്കിൽ തിരിച്ചു കൊടുക്കാനുള്ള പ്രാപ്തി നിനക്കായിട്ടില്ലെങ്കിൽ അടുത്തൊരു അവധി മര്യാദയ്ക്കുള്ള രീതിയിൽ പറയണം. അല്ലാതെ വീണ്ടും ഒരു 5 ലക്ഷം ഇപ്പം ഞാൻ എത്ര തരാനുണ്ട്, ഇപ്പം നീ 4 ലക്ഷം തരാനുണ്ട്, ഒരു 6 ലക്ഷം കൂടി ഇങ്ങോട്ട് തരിക, അപ്പം ഞാൻ 11 ലക്ഷമായിട്ട് അങ്ങോട്ട് തിരിച്ചു തരും. അപ്പം എത്ര രൂപ നിങ്ങളുടെ ലാഭം? 1 ലക്ഷം രൂപ. ഇങ്ങനെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് മണി ചെയിൻ പരിപാടി കളിക്കല്ല വേണ്ടത്. മേടിച്ച പൈസ തിരിച്ചു കൊടുക്കണം. തിരിച്ചു കൊടുക്കാതെ ചുമ്മാ തിരിച്ചു കൊടുക്കാൻ പറ്റാത്തതിന് താളം വിട്ടിട്ടൊന്നും ഒരു കാര്യമില്ല മുന്നസേ. ഇവിടെ ഉള്ള മെയിൻ ആയിട്ടുള്ള ഒരു അലിഗേഷൻ എന്ന് പറയുന്നത് ഫിനാൻഷ്യലി ഉള്ള കാശ് ഞാൻ ഈ പറഞ്ഞ വേദലക്ഷ്മിക്ക് കൊടുക്കാനുണ്ടെന്നാണ് പുള്ളിക്കാരി പറയുന്നത്. അതാണ് ഇവിടുത്തെ അലിഗേഷൻ. അല്ലാതെ ഞാൻ ഈ പറഞ്ഞ കണക്ക് വലിയൊരു ക്രിമിനൽ ക്രൈം, ഈ പറഞ്ഞ കണക്ക് കൊലപാതകമോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോസ്കോ കേസോ അല്ലെങ്കിൽ റേപ്പ് കേസോ മർഡറോ അല്ലെങ്കിൽ ഡ്രഗ് യൂസ് ഇതൊന്നും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഒരാളിൽ നിന്ന് ലക്ഷങ്ങൾ മേടിച്ച് തിരിച്ചു കൊടുക്കാതിരിക്കുന്നത് ഒരു തെറ്റേ അല്ല എന്നാണ് മറ്റേ കുണ്ട്രയുടെ സ്ഥാനാർത്ഥിയായിരുന്ന NDA സ്ഥാനാർത്ഥിയായിരുന്ന BJP സ്ഥാനാർത്ഥിയായിരുന്ന റോബിൻ രാധാകൃഷ്ണൻ പറയുന്നത്. അതായത് ഒരാളുടെ നമ്മൾ കുറച്ച് പൈസ മേടിച്ചു, കുറച്ചധികം ലക്ഷങ്ങൾ മേടിച്ചു, ഇത് തിരിച്ചു കൊടുക്കാത്തത് തെറ്റല്ല. ഞാൻ പോസ്കോ ചെയ്തിട്ടില്ല, ആരെയും കൊന്നിട്ടില്ല, മയക്കുലഹരി ഉപയോഗിച്ചിട്ടില്ല, അതൊക്കെ ആണെങ്കിൽ അയ്യോ അതൊക്കെ ഭയങ്കര തെറ്റ്. പൈസ മേടിച്ചിട്ട് കൊടുക്കാതിരുന്നാൽ തെറ്റില്ല. എന്തിനാണ് ഈ പറയുന്ന ലഹരി നമ്മുടെ നാട്ടിൽ കടത്തുന്നത്? എന്തിനാണ് മറ്റൊരുത്തനെ കൊലപാതകം പോലത്തെ പരിപാടികൾ ഇവിടെ നടത്തുന്നത്? ഇതെല്ലാം മെജോറിറ്റി ഓഫ് റീസൺ കാശിന് വേണ്ടിയിട്ടാണ്. ലഹരി വിൽക്കുന്നത് കാശുണ്ടാക്കാൻ, മാടക്കൊലയാളി വെച്ചിട്ട് കൊല്ലിക്കും. ഇതെല്ലാം കാശിന് വേണ്ടിയിട്ടാ. എന്നാ പിന്നെ നീ കുറെ കാശ് അവർക്കങ്ങ് കൊടുത്തിട്ട് ഞാനൊരു 50 ലക്ഷം രൂപ അങ്ങോട്ട് തരാം, നിനക്ക് എത്ര തരമുണ്ട്? 30 ലക്ഷം രൂപ, ബാക്കി നീ വെച്ചോ, കാശല്ലേ ഉണ്ടോ എന്ന് പറഞ്ഞ് കൊടുക്കൂലല്ലോ. അപ്പൊ കാശിന് അതിൻ്റെതായ വാല്യൂ ഉണ്ട്. മേടിച്ച പൈസ തിരിച്ചു കൊടുക്കാതിരിക്കും എന്തൊക്കെ താളം പെടലാന്നുള്ളതാണ്. എല്ലാ മനുഷ്യനും ചെയ്യുന്ന ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങൾ മാത്രമാണ് അവിടെ നടന്നിട്ടുള്ളത്. അപ്പോൾ ഇതിലൊരു ക്ലാരിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ വേദലക്ഷ്മിനെ ഞാൻ അറിയുന്നത് അബിൽ ദേവ് എന്ന് പറഞ്ഞ ഒരാളിനെ. അബിൽ ദേവ് എന്ന് പറയുന്ന കേരള ഫാഷൻ ലീഗിന്റെ ഓണറാണ്. പുള്ളിക്കാരൻ ഒരു പീഡന കേസിലെ പ്രതിയാണ്. നിങ്ങൾക്ക് അബിൽ ദേവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് കേരള ഫാഷൻ ഇതിന്റെ അതാണ് പുള്ളിക്കാരൻ. പുള്ളി ഒരു പീഡന കേസിലെ പ്രതി കേട്ടോ. ഈ പീഡന കേസിലെ പ്രതിയുടെ നിന്ന് നീ എന്തോ പുളുത്താനാ കാശ് മേടിച്ചത്? അല്ല, അറിയാലോ പീഡന കേസിലെ പ്രതിയാണെന്നുള്ളത്. കാശ് തരുമ്പോൾ പീഡനമൊക്കെ ഒരു പ്രശ്നമാണോ, പൈസ തിരിച്ചു വയ്ക്കുമ്പോൾ നീ പീഡന കേസിലെ പ്രതിയല്ലേടാ. പീഡന കേസിലെ പ്രതിയുടെ നിന്ന് താൻ പൈസ മേടിച്ചേ. ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അങ്ങനെയാണ്, പീഡന കേസിലെ പ്രതിയാണ്. ഓക്കെ, പീഡന കേസിലെ പ്രതിയാണ്, അതവിടെ നിൽക്കട്ടെ, നമുക്ക് ബാക്കിയേക്കാം.
പുള്ളിക്കാരെ പറ്റി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അറിയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ പുള്ളിക്കാരൻ എന്നെ 2025 ഒരു ഫെബ്രുവരി ടൈമിൽ എന്നെ കോൺടാക്ട് ചെയ്തു. നമ്മളെ മരിച്ചുപോയ റോയ് സർ, കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ റോയ് സാറിൻ്റെ ബർത്ത്ഡേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ് എന്നെ വിളിച്ചത്. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ ബർത്ത്ഡേ എൻ്റെ മാരേജിൻ്റെ ദിവസമായതാണ് എനിക്ക് പോകാൻ പറ്റിയില്ല. അതിനുശേഷം ഞാൻ പുള്ളിക്കാരുടെ അടുത്ത് പറഞ്ഞു എനിക്ക് റോയ് സാറിനെ ഒന്ന് കണക്ട് ചെയ്ത് തരണം, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, എൻ്റെ ഫിനാൻഷ്യൽ കാര്യങ്ങളും എനിക്ക് ബ്രാൻഡിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ എന്ന് കണക്ട് ചെയ്ത് ഞാൻ പറഞ്ഞപ്പോൾ എന്താ നിൻ്റെ പ്രശ്നം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്, ഫിനാൻഷ്യലി കുറച്ച് ചെറിയ ചെറിയ സ്ട്രഗിൾസ് ഉണ്ട്, അപ്പോൾ അതൊക്കെ തീർക്കാൻ വേണ്ടി എനിക്ക് വർക്കും കാര്യങ്ങളൊക്കെ വേണം എന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ്റെ ഫ്രണ്ട് സുഹൃത്തായിട്ടുള്ള വേദ് ലക്ഷ്മി ഇതേപോലെ UK ബേസ്ഡ് ആയിട്ടുള്ള ഒരു പുള്ളിക്കാരിയാണ്. അപ്പോൾ പുള്ളിക്കാരി ഇതേപോലെ ബിഗ് ബോസിൽ പോകാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരിക്ക് അതിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നീ ഹെൽപ്പ് ചെയ്യണം, നീ മാക്സിമം സപ്പോർട്ട് ചെയ്ത് വീഡിയോസ് ചെയ്യണം. അപ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ട് ഈ വേദ് ലക്ഷ്മിനെ അറിയത്തില്ല. അങ്ങനെ ഓക്കെ, അതായത് പീഡന കേസിലെ പ്രതി കേട്ടോ, പീഡന കേസിലെ പ്രതി വിളിച്ച് കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ റോയ് സാറിന്റെ ഒരു ഫംഗ്ഷന് വിളിച്ചു. അപ്പോൾ പീഡന കേസിലെ പ്രതിയോട് പറഞ്ഞു, പീഡന കേസിലെ പ്രതിയൊക്കെ അവിടെ നിൽക്കട്ടെ, എനിക്ക് കുറച്ച് ഫണ്ടിന്റെ ആവശ്യമുണ്ട്, എന്നെ ഒന്ന് സഹായിക്കണം. അപ്പോൾ പീഡന കേസ് പ്രശ്നമില്ല. അന്നേരം പീഡനമൊക്കെ പുണ്യമായിട്ടുള്ള പരിപാടികളാണല്ലോ. അങ്ങനെ പീഡന കേസിലെ പ്രതി വേദലക്ഷ്മിനെ പരിചയപ്പെടുത്തിയായിരുന്നു. അപ്പോൾ വേദലക്ഷ്മിനെ എനിക്കറിയത്തില്ല, UK ബേസ് ഒരു പെണ്ണ, പക്ഷേ പൈസ മേടിച്ചു. വേദലക്ഷ്മിനെ തന്ന പൈസ നമ്മൾ മേടിച്ചു, വേദലക്ഷ്മിനെ സപ്പോർട്ട് ചെയ്യണം, അതും ചെയ്തു. ഓക്കെ, ബാക്കി കേൾക്കാം. ഈ പറഞ്ഞ അബിൽദേവും വേദലക്ഷ്മിയും കൂടെ നമ്മളെ ബുട്ടീക്കിൽ വരുന്നു. പുള്ളിക്കാരൻ്റെ ബർത്ത്ഡേ ഇവിടെ വെച്ച് സെലിബ്രേറ്റ് ചെയ്യുന്നു. അങ്ങനെ എന്നെ ഭയങ്കര കാര്യമായിട്ട് ഈ പറഞ്ഞ അബിൽദേവ് എൻ്റെ അനിയനാണ്, എനിക്ക് പറക്കാതെ പോയ എൻ്റെ സഹോദരനാണെന്നൊക്കെ പറഞ്ഞ് എൻ്റെ കൂടെ കൂടിയതിന് ശേഷം നിങ്ങൾക്ക് പലർക്കും ചെക്ക് ചെയ്യാൻ പറ്റും. ഞാൻ അബിൽദേവ് നിങ്ങളുടെ കൂടെ കൂടി പറക്കാതെ പോയ എന്നും പറഞ്ഞിട്ട്, അതോ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ കൂടിയോ? കുറച്ച് കാശ് കിട്ടിയിരുന്നെങ്കിൽ വേദലക്ഷ്മിക്ക് ജയ് വിളിക്കായിരുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കൂടിയോ? അതോ BJPയിൽ ചേർന്നതിന് എന്തെങ്കിലും ഫണ്ട് കിട്ടി അങ്ങോട്ട് മറിഞ്ഞോ? കാശ് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കാശ് കിട്ടാൻ വേണ്ടി എന്ത് നാറിയ കളിയും കളിക്കുന്ന ഇതുപോലെ കുറേ എണ്ണമുണ്ട്, എൻ്റെ അറിവിൽ തന്നെ ഉണ്ട്. കാശ് കിട്ടാൻ വേണ്ടി മോഹന വാഗ്ദാനങ്ങൾ പറഞ്ഞ് പറ്റിച്ച് അടിച്ചിട്ട് പിന്നെ പൈസ കിട്ടുമ്പോഴത്തേനും തക്കുടെ മുത്തേ നിന്നെ ബാവേ നിന്നെ മുത്തേ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കും. ആ ഞുഞ്ഞിന് മുത്തിൽ വീണില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഭീഷണിയായി, ഞാൻ അങ്ങനെ ചെയ്യും, എൻ്റെ ഹോൾഡറിലോ ഞാൻ ഇങ്ങനെ ചെയ്യും. എന്നാൽ നിനക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ ആദ്യം ചെയ്താൽ പറ്റും, എന്തിനു പറഞ്ഞാൽ നിനക്ക് പൈസ മേടിക്കാൻ നിൽക്കുന്നത്? പൈസ മേടിച്ചു കഴിഞ്ഞാൽ അത് തിരിച്ചു കൊടുക്കാനുള്ള പ്രാപ്തി ഇല്ലെങ്കിൽ മേടിക്കരുത്. അല്ലെങ്കിൽ പറഞ്ഞവനെ കാര്യം അവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കണം. അതും ഇതുമല്ല, പൈസ മേടിച്ചു തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇപ്പം ഞാൻ 4 ലക്ഷം അല്ലേ, ഒരു 6 ലക്ഷം കൂടെ തന്നു കഴിഞ്ഞാൽ 10 ലക്ഷം അല്ലെങ്കിൽ 12 ലക്ഷമായിട്ട് ഞാൻ അങ്ങ് തിരിച്ചു തരാം എന്നും പറഞ്ഞിട്ട് വീണ്ടും മേടിക്കും. 12 ലക്ഷം ഇടാ, ഇപ്പം എത്ര പേരുള്ള 12 ലക്ഷം രൂപ, ഒരു 12 ലക്ഷം കൂടെ തരൂ, ഒരു 27 ലക്ഷമായിട്ട് ഞാൻ അങ്ങ് തിരിച്ചു തരാം. അങ്ങനെയുണ്ട്, ആ ഡീൽ അങ്ങനെയുണ്ട്. ഇങ്ങനെ മേടിച്ച് പറ്റിച്ച് ഈ ബിഗ് ബോസിന്റെ സമയത്ത് വേദലക്ഷ്മിനെ സപ്പോർട്ട് ചെയ്തിരുന്നു. അതുപോലെ പേഴ്സണലി എനിക്ക് പുള്ളിക്കാരി ഇഷ്ടമല്ല, എന്നിരുന്നാലും ഈ പുള്ളിക്കാരെ എന്നെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞത് കാരണം പല സമയത്ത് ഹെൽപ്പ് ചെയ്തുകൊണ്ടും ഞാൻ ഫോഴ്സ്ഫുള്ളി സപ്പോർട്ട് ചെയ്യേണ്ടി വന്നതുമാണ്. അത് മാത്രമല്ല അതിൻ്റെ അകത്ത് ബിഗ് ബോസിൻ്റെ അകത്ത് ആദിലും നോറയ്ക്ക് അഗേൻസ്റ്റൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിരുന്ന സമയത്ത് ഞാൻ പേഴ്സണലി പറഞ്ഞിരുന്നു എനിക്കത് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന് തന്നെയാണ് ഞാനത് പബ്ലിക്കലി പറഞ്ഞിരുന്നത്. അപ്പം ഇതിങ്ങനെ പോകുന്നു. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, കുറെ കാശ് എടുത്ത് ഇവൻ്റെയിലോട്ട് കൊടുത്താൽ ആരെ സപ്പോർട്ട് ചെയ്ത് പറയും, ആരെ ഒപ്പോസ് ചെയ്ത് പറയും, താല്പര്യമുണ്ടോ താല്പര്യമില്ലയോ, നിലപാടെന്താണോ, ഒന്നും പ്രശ്നമില്ല. ഒരു 50 ലക്ഷം രൂപ അങ്ങോട്ട് എടുത്ത് കൊടുക്കുക, അവനെ കാവാലെ കുറ്റി ഒരെണ്ണം പൊട്ടിക്കണം, ഇല്ല അവനെക്കുറിച്ച് ഇന്ന അലിഗേഷൻസ് നീ പറയണം, സെറ്റ് മിസ്സാ. ഒരു 50 ലക്ഷം കൊടുത്തിട്ട് ഇവളെ ഞാനാ പിച്ചത്, നീ പിച്ചു എന്നും പറഞ്ഞിട്ട് അകത്ത് വെക്കണം, പിന്നെന്തോ പൈസ എടുക്കും ഞാൻ ഏറ്റോളാം എന്ന് പറയുന്നൊരു സെറ്റപ്പിലേക്കാണ് റോബിനെ ഇതിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരൻ അക്കൗണ്ടിൽ നിന്ന് ചിലപ്പോൾ പുള്ളിക്കാരൻ്റെ അക്കൗണ്ടിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ പുള്ളിക്കാരൻ റിലേറ്റ് ആയിട്ടുള്ള ആരെങ്കിലും അക്കൗണ്ടിൽ നിന്നായിരിക്കും എനിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന. നോട്ട് ദിസ് പോയിന്റ്. അബിൽദേവ് പുള്ളിക്കാരൻ്റെ അക്കൗണ്ടിൽ നിന്നാകും, അല്ലെങ്കിൽ പുള്ളിക്കാരനുമായിട്ട് റിലേറ്റ് ചെയ്ത ആരുടെയെങ്കിലും അക്കൗണ്ടിൽ നിന്നായിരിക്കും എനിക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്ത് തരും. ഓക്കെ, അപ്പം പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അബിൽദേവിൻ്റെ അക്കൗണ്ടിൽ നിന്നും, പുള്ളിക്കാരൻ്റെ സുഹൃത്തുക്കളുടെ അക്കൗണ്ടിൽ നിന്നും, അല്ലെങ്കിൽ പുള്ളിക്കാരനായിട്ട് റിലേറ്റ് ചെയ്യുന്ന ആളുകളുടെ പൈസ നമ്മൾ കൈപ്പറ്റി, നമ്മളെന്തായാലും പൈസ മേടിച്ച് 2 കഴിഞ്ഞിട്ട് പൈസ മേടിച്ച്. ഓക്കെ, ബാക്കിയൊക്കെ കണ്ട ട്രാൻസ്ഫർ ചെയ്യുന്ന ചില സമയങ്ങളിൽ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരു സെൽഫി വീഡിയോ പുള്ളിക്കാരന് വേണം. എന്തിനാന്ന് വെച്ചാൽ ഇതുപോലെ എനിക്ക് ഇങ്ങനെ കാശിൻ്റെ ആവശ്യമുണ്ട്, അപ്പം ഇന്ന കാശ് ഞാൻ മേടിക്കണം, ഇന്ന റിട്ടേൺ ചെയ്യുമെന്നുള്ള രീതിയിൽ ഒരു വീഡിയോ വേണമെന്ന് പറയുമ്പോൾ ശരി, ഞാൻ വിചാരിച്ചു ഇയാൾ ഒരു ഫ്രണ്ട് അല്ലേ, സുഹൃത്തല്ലേ, നമ്മളൊരു വീഡിയോ വേണമെന്ന് പറയുന്നതായിരിക്കും. ഞാൻ അതിൽ തെറ്റായിട്ടൊന്നും വിചാരിച്ചില്ല. അപ്പം ഞാൻ ചിന്തിച്ച് വേണോ വേണ്ടെന്ന് വിചാരിച്ചു. എന്നാലും എനിക്ക് ആ സമയത്ത് പിന്നെ അതായത് പൈസ കൊടുക്കുമ്പോഴത്തേനും അയാൾ പറഞ്ഞൊരു സെൽഫി വീഡിയോ ആണെന്ന്, അതുകൊണ്ട് ഇപ്പോൾ അവർ പിടിച്ചിരിക്കുന്നു. ഇത് ഓടുന്ന പട്ടിക്ക് മുമ്പേ എറിയുക, അവൻ്റെ ഒന്ന് വീഡിയോ ഒക്കെ മേടിച്ചായിരുന്നു കേട്ടോ എന്ന് പറയുക. ഒരു ഈടുമില്ല, തനിക്കൊരു 30 ലക്ഷം രൂപ തരുവാഹേ, അതാര് തൻ്റെ അളിയനോ? ചുമ്മാ തനിക്കൊരു 30 ലക്ഷം രൂപ കൊണ്ടേ പുട്ടടിയുടെ മോനെ എന്ന് പറഞ്ഞ് തരാൻ അയാൾക്ക് തെളിവ് വേണ്ടേ? മുദ്രപത്രത്തിൽ എഴുതി ഒപ്പിടണം, ഇല്ലേ വല്ല പോയി ബാങ്ക് ലോൺ എടുക്കണമായിരുന്നു. എന്തിനാണ് ഈ സുഹൃത്തിൻ്റെ ഈ അബിൽദേവിൻ്റെ ഒന്ന് മേടിക്കാൻ പോയത്? അപ്പം അയാൾ പറയുന്നത് ഞങ്ങൾ ചെയ്ത് കൊടുക്കേണ്ടി വരും. അയാൾ കിഡ്നി ഒന്നും അല്ലേ വെച്ചേ, 2 വീഡിയോ അല്ലേ വെച്ചേ, അത് കൊടുക്കണം. അത് കൊടുത്തു നമ്മൾ പൈസ കിട്ടാൻ വേണ്ടി നമ്മൾ കൊടുത്തു. ഓക്കെ,
ഫിനാൻഷ്യലിയുള്ള ആവശ്യമുള്ളത് കാരണം ഞാൻ എന്ത് ചെയ്തു, അയച്ചു കൊടുത്തതിന് ശേഷം ഒരു 3-4 വീഡിയോ പുള്ളിക്കാരുടെ കയ്യിൽ ഈ പറഞ്ഞ കണക്ക് വീഡിയോസ് ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ കൂടെ ഈ പുള്ളിക്കാരൻ സംസാരിക്കാറുണ്ടായിരുന്നു, പുള്ളിക്കാരൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ എന്നോട് സംസാരിക്കാറുണ്ടായിരുന്നു, എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ പുള്ളിക്കാരൻ സംസാരിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഒരു രീതിയിൽ ഞാൻ പുള്ളിക്കാരൻ വോയിസോ കാര്യങ്ങളൊന്നും റെക്കോർഡ് ചെയ്യാൻ നിന്നിട്ടില്ല. അപ്പം തെളിവും ഇല്ല, കയ്യിൽ യാതൊരു തെളിവുമില്ല, അവരുടെ കയ്യിൽ ഫുൾ തെളിവുകളുമുണ്ട്. ഓക്കെ, എന്നിട്ട് ഞാൻ ഇത് 2025 ആ ഒരു ജൂൺ ജൂലൈ സമയം തൊട്ട് ഇയാൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് തരാറുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആ സമയത്ത് ഇയാൾ തിരിച്ച് അക്കൗണ്ട് പറയുമ്പോൾ ഈ പറയുന്ന കണക്ക് വേറെ ആൾക്കാരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് എനിക്ക് അയച്ചു തരുന്നത്. ആയതിനാൽ അതുകൊണ്ട് എന്താണ് പ്രശ്നം? അയാൾക്ക് തരാനുള്ള പൈസ അയാളുടെ അക്കൗണ്ടിൽ നിന്നോ അയാളുമായി റിലേറ്റ് ചെയ്ത ആൾക്കാരുടെ അക്കൗണ്ടിൽ നിന്നോ ഫണ്ട് മേടിച്ച് നിങ്ങൾക്ക് തന്നു. ശേഷം അയാൾ പറയുന്നു, എടാ എന്നെ റിലേറ്റ് ചെയ്ത് ഇയാടെ നിന്ന് ഞാൻ ഫണ്ട് മേടിച്ചാൽ ഇയാൾക്ക് അങ്ങ് നീ ഇട്ട് കൊടുത്തേരെന്ന് പറഞ്ഞു. അതെങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല. ഒന്നെങ്കിൽ അബിൽദേവിൻ്റെ അക്കൗണ്ട് എടുക്കൂ, അല്ലെങ്കിൽ ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് എടുക്കും. അവിടുന്ന് നീയൊക്കെ പറ്റുമെങ്കിൽ എൻ്റെ മേടിച്ചു. അതെന്നാ അവൻ പറഞ്ഞ അക്കൗണ്ടിലോട്ട് എൻ്റെ ഇല്ല, നീ അവൻ അക്കൗണ്ട് നമ്പർ കൊടുത്തില്ലെന്ന് പറഞ്ഞു. ഈ ചാറ്റൊക്കെ ഉണ്ടല്ലോ, അയാളുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരാളുടെ നിന്ന് പൈസ മേടിച്ച് തന്നു എന്ന് റോബിൻ അറിയാം. അയാളുടെ കയ്യിൽ നിന്ന് അയാൾ റിലേറ്റ് ചെയ്ത ആൾക്കാരുടെ നിന്ന് പൈസ മേടിച്ച് തന്നു. അയാൾ എന്നെ റിലേറ്റ് ചെയ്ത ആളോട്ടോ ഇവന് പൈസ ഇട്ട് കൊടുത്തത് അത് പറ്റത്തില്ല. അവന് ഞാൻ പൈസ കൊടുക്കത്തില്ല. അത് എന്തൊരു ഓക്കെ, ഈ വ്യക്തിയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എനിക്ക് അയച്ചു തരത്തില്ല. ഇയാൾ ഈ പറഞ്ഞെടുക്കുന്നുണ്ട്, ഇതിപ്പം എന്താണ് അഞ്ജലി ജെ നായർ എന്ന് പറഞ്ഞ ഒരാളുടെ അക്കൗണ്ട് എനിക്ക് അയച്ചു. എനിക്ക് ഈ വ്യക്തി ആരെന്നൊന്നും അറിയത്തില്ല. അതേപോലെ പല ആൾക്കാരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഈ പുള്ളിക്കാരൻ അയച്ചു തന്നിട്ട് അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി എൻ്റെ അടുത്ത് പറയുമായിരുന്നു. ഓക്കെ, നവീൻ എന്ന് പറഞ്ഞ ഒരാളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചു തന്നിട്ട് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറയും. അപ്പോൾ ഞാൻ ഇയാൾ എനിക്ക് ഫണ്ട് അയച്ചു തരുന്നു, ഞാൻ ഈ പറയുന്ന അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. പല അക്കൗണ്ടിലേക്ക് പറയും. ഞാൻ ശരി, ഞാനപ്പോൾ എൻ്റെ ഒരു സുഹൃത്തല്ലേ, ഒരു ഫ്രണ്ട് അല്ലേ, നമ്മൾ ചതിക്കത്തില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ സംഭവം. ഓ മൈ ഗോഡ്, പോസ്കോ പ്രതി താങ്കളുടെ ഫ്രണ്ടോ? ചതിക്കില്ല. പിന്നെ ഇതിൻ്റെ ഇൻട്രോയിൽ എങ്ങനെയാണ് വൃത്തിയിട്ടവനും ആഭാസനും അവഹേളനും ഒക്കെ ആയത്? ഇപ്പം ശരിക്കും നിങ്ങൾ അയാളെയല്ലേ ചതിച്ചത്? അയാൾ നിങ്ങളെയാണ് ചതിച്ചത്. നിങ്ങളുടെ ഒരു ആപത്തിപ്പെട്ട് നിന്ന സമയത്ത് അയാളെ നിന്ന് പൈസ മേടിച്ച് പൈസ തിരിച്ചു വെച്ചപ്പോഴത്തേനും വെല്ലോരുടെ അക്കൗണ്ട് നമ്പരാ, പൈസ തരാൻ പറ്റൂല, പോടാ നീ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയി മേടിക്കടാ, പോയി ടീച്ചറിനെ വിളിച്ചോണ്ട് വാടാ എന്ന് പറയുന്നൊരു സെറ്റപ്പാണല്ലോ ഇത്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നീ ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ പോയി എൻ്റെ അമ്മയെ വിളിച്ചിട്ട് വരാം, ആ ഒരു സെറ്റപ്പാണല്ലോ. നീ പോയി പോലീസിൻ്റെ മേടിച്ചിട്ട് എന്നാ പിന്നെ ലീഗലി അങ്ങ് പോയല്ല അയച്ചു കൊടുക്കുന്ന. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഒരു പ്രാവശ്യം ഈ പറഞ്ഞ കണക്ക് വേദലക്ഷ്മിനെ ആയിട്ട് എനിക്ക് ഫിനാൻഷ്യലി പുള്ളിക്കാരിയായിട്ടല്ല ബന്ധം, എനിക്ക് അബിൽ ദേവുമായിട്ടാണ് ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങൾ. ഈ അബിൽ ദേവ് പറഞ്ഞിട്ടാണ് ഇവരെന്തോ സുഹൃത്തുക്കളാണെന്ന് തോന്നുന്നത്, എന്താണ് അവർ തമ്മിൽ റിലേഷൻ എനിക്കറിയത്തില്ല. അബിൽ ദേവ് ഈ പറഞ്ഞ അതും അറിയത്തില്ല, അവർ തമ്മിൽ എന്താ പൈസ തന്നു എനിക്കറിയത്തില്ല, അവരെന്ത് സുഹൃത്തുക്കളാണ്. പക്ഷെ വേദലക്ഷ്മിയുടെ പൈസ എൻ്റെ കയ്യിലുണ്ട്. നമുക്കൊന്നും അറിയണ്ട, നമുക്ക് കുറച്ച് പൈസയും കിട്ടിയാൽ മതി. സൂപ്പർ. ബിഗ് ബോസിന്റെ സമയം തൊട്ടേ ഭയങ്കരമായിട്ട് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. ചില സമയത്ത് ഒരു പ്രാവശ്യം മാത്രം വേദലക്ഷ്മിയുടെ അക്കൗണ്ടിൽ നിന്ന് എന്ത് ചെയ്തു, എൻ്റെ അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ. അതിന് മുന്നേ ഇനിഷ്യലി ഉണ്ടായിരുന്നതിൽ പുള്ളിക്കാരി തന്നെ എനിക്ക് പുള്ളിക്കാരിയുടെ വേറൊരാളുണ്ട്, വേദലക്ഷ്മിയുടെ അല്ലാതെ ധന്യശ്രീ എന്ന് പറഞ്ഞ ഒരാളിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചു തന്നിട്ട് ഇതിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടു. ഇത് വേദലക്ഷ്മിയുടെ ചാറ്റാ. ഇതിൽ പ്രധാനപ്പെട്ട ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരി ഇന്നേ വരെ ഈ സെക്കൻഡ് വരെ പുള്ളിക്കാരിയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എനിക്ക് അയച്ചു തന്നിട്ടില്ല. ആയതിനാൽ താങ്കൾ എന്താണ് പറയണത്? അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ പൊന്നു റോബിൻ, ഇത് ആരെയും പറ്റിക്കുന്നേ? പല മാർഗങ്ങളുണ്ട്. നിങ്ങളുടെ പൈസ ഉണ്ട്, ഇതുവരെ നിങ്ങൾ അവരുടെ നിന്ന് പൈസ കൈപ്പറ്റി, അവർക്ക് പൈസ തിരിച്ചു കൊടുത്തിട്ടില്ല. ഇത്രയും സാധനം യാഥാർത്ഥ്യമാണല്ലോ. അവർ അക്കൗണ്ട് നമ്പർ തന്നില്ല, അതും യാഥാർത്ഥ്യമാണല്ലോ. അപ്പോൾ ഇവരെന്നാ ചെയ്തു, മറ്റവരുടെ അക്കൗണ്ട് നമ്പർ തന്നു. ആ അക്കൗണ്ടിലോട്ട് ചത്താലും റോബിൻ കൊടുക്കത്തില്ല. റോബിന് പൈസ വന്നെങ്ങനെയാ? ഈ അബിൽദേവിൻ്റെ നിന്നും അബിൽദേവുമായിട്ട് റിലേറ്റ് ആയ ആളുടെ നമ്മൾ അവരുടെ നിന്നൊക്കെ മേടിക്കും. അപ്പോൾ അന്നേരം വാശി പിടിച്ചില്ല, എനിക്ക് അബിൽദേവ് തന്നെ അയച്ചു തരണമെന്ന് വാശി പിടിച്ചാൽ നമുക്ക് എവിടെ നിന്നേലും ഫണ്ട് വന്നാൽ മതി. പക്ഷെ തിരിച്ചു കൊടുക്കുമ്പോൾ ഞാൻ ഈ അബിൽദേവിന് മാത്രമേ കൊടുക്കൂ എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേദലക്ഷ്മിക്ക് മാത്രമേ കൊടുക്കൂ എന്നുണ്ടെങ്കിൽ, 1 താങ്കൾക്ക് പല ഘട്ടങ്ങളായി ഗൂഗിൾ പേ ചെയ്യാം. 2 താങ്കൾക്ക് വേദലക്ഷ്മി എന്നെഴുതിയിട്ട് മേളിൽ 2 വര വരച്ചു കഴിഞ്ഞാൽ അത് അക്കൗണ്ട് ത്രൂ പേ ആയി, അക്കൗണ്ടിൽ മാത്രമേ ആ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റൂ. വേദലക്ഷ്മിയുടെ എക്സാക്ട് പേര് എഴുതിയിട്ട് നിങ്ങൾക്ക് ആ ചെക്ക് കൊടുക്കല്ലോ, അവർ സൗകര്യം ഉണ്ടായപ്പോൾ മാറിട്ട് പോട്ടെ, കാശായിട്ട് നിങ്ങൾ കയ്യിലെടുത്തു. ഇന്നാ വേദലക്ഷ്മി ഞാൻ തരാനുള്ള പൈസ നിങ്ങൾ അക്കൗണ്ടിൽ കയറ്റുമോ, ബ്ലാക്ക് ആക്കോ വൈറ്റ് ആക്കോ, കൊടുക്കാമല്ലോ. കൊടുത്തില്ല. കൊടുക്കാത്തതിന് കുറേ മുട്ടാപ്പോക്ക് ന്യായങ്ങൾ. പൈസ മേടിച്ചിട്ട് കൊടുക്കാൻ പറ്റാത്തപ്പോൾ സുഖപ്പീര്, ത്രട്ട്, ഭീഷണി. ഓക്കെ, ഈ സെക്കൻഡ് വരെയും ഈ പുള്ളിക്കാരി എന്താ ആവശ്യപ്പെടുന്നത്, പുള്ളിക്കാരിക്ക് ഞാൻ ഫണ്ട് കൊടുക്കണമെന്നാണ് പറയുന്നത്. പക്ഷേ ഈ സെക്കൻഡ് വരെയും പുള്ളിക്കാരിയുടെ ചാറ്റിൽ എനിക്ക് പുള്ളിക്കാരിയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചു തന്നില്ല. എന്തുകൊണ്ട് അയച്ചു തന്നില്ല?
ഇപ്പോൾ പുള്ളിക്കാരിക്കാണ് ഫണ്ട് കൊടുക്കാനുള്ളതെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരി അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചാണ്. അത് മാത്രമല്ല ഈ അബിൽ ദേവനും വേദലക്ഷ്മിക്ക് അഗേൻസ്റ്റ് ഇതിന് മുന്നേ എൻ്റെ വോയിസ് എല്ലാം ഞാൻ പബ്ലിക്കിൽ ഇടും. അതേപോലെ തന്നെ ഈ വീഡിയോസ് ഈ പറഞ്ഞ ഞാൻ അയച്ചു കൊടുത്ത സെൽഫി വീഡിയോസ് എല്ലാം പബ്ലിക്കിൽ ഇടുമെന്ന് പറഞ്ഞ് എന്നെ ത്രെട്ടൻ ചെയ്ത് ഞാൻ ഇലക്ഷൻ്റെ സമയത്ത് പോകാൻ വേണ്ടി മുൻകൂട്ടി ഇരിക്കുന്ന സമയത്ത് എന്നെ അവരുടെ വീട്ടിൽ വിളിച്ച് വരുത്തി ഈ പറഞ്ഞ വേദലക്ഷ്മി വീഡിയോ എടുത്ത് ഈ പുള്ളിക്കാരനെ വെച്ചിട്ട് ഇതേപോലെ ഫണ്ട് കൊടുക്കാനുണ്ടെന്നുള്ള രീതിയിൽ എന്നെ കൊണ്ട് ഒരു വീഡിയോ ചെയ്യിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞ് എന്നെ ബുദ്ധിമുട്ടിക്കത്തില്ല, ഇത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് എന്ത് ചെയ്യിപ്പിച്ചു, ഒരു വീഡിയോ ചെയ്യിപ്പിച്ചു. അവിടെ പൈസ കൊടുക്കാഞ്ഞിട്ട് തന്നെ അവരെ വീഡിയോ എടുപ്പിച്ചേ. പൈസ കൊടുത്ത ആ സംഭവം സെറ്റിൽ ചെയ്തിരുന്നെങ്കിൽ അങ്ങനെ വീഡിയോ എടുപ്പിക്കത്തില്ല. അപ്പോൾ നമ്മൾ പൈസ കൊടുക്കാനുള്ളത് കൊണ്ടാണ് വേദലക്ഷ്മി വിളിച്ചു വരുത്തി വീഡിയോ എടുപ്പിച്ചത്. ആ വീഡിയോയിൽ എങ്ങനെ പേടിപ്പിച്ചിരുത്തി. ഇപ്പം റോബിനെ ഇരിക്കണ അവിടെ പറയണോ വീഡിയോയിൽ എന്ന് പറഞ്ഞ് ആ വീഡിയോ ഒന്ന് കാണാം നമുക്ക്. ഞാൻ ഡോക്ടർ റോബിൻ ആകാശൻ. സോ ഇത് അബിൽ ബ്രോ ആണ്. സോ ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഉള്ളത് അബിൽ ബ്രോയിന്റെ പെരുമ്പാവൂരുള്ള വില്ലേജാണ്. ഇന്ന് ഡിസംബർ 30, 2025 സോ ഈ ഒരു വീഡിയോ എടുക്കാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഈ ഒരു 2025 വർഷത്തില് അബിൽ ബ്രോ പലതവണ എനിക്ക് പല രീതിയിൽ ഫിനാൻഷ്യലി ഫണ്ട് തന്ന് സഹായിച്ചിട്ടുണ്ട്. അപ്പം ഇനി അതിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് 36,75,000 രൂപ ഇനി അബിൽ ബ്രോന് കൊടുക്കാറുണ്ട്. സോ ഞാൻ ഈ വരുന്ന ജനുവരി 31 36 ലക്ഷത്തി സംതിങ് വെക്കാറുണ്ട് കേട്ടോ. 36 ലക്ഷത്തി. ഓക്കെ, 2026 വരെ സമയം ചോദിച്ചിട്ടുണ്ട്. സോ അപ്പം ഓൺ ഓർ ബിഫോർ ജനുവരി 31, 2026 ഞാൻ ഈ പറഞ്ഞ 36,75,000 രൂപ അബിൽ ബ്രോന് കൊടുക്കുന്നതാണ്. സോ ഇങ്ങനൊരു വീഡിയോ എടുക്കുന്നത് എന്താ പറയുക, ഫോർമലി ഞങ്ങൾ എടുത്തു വെച്ചിരിക്കുന്നതാണ്. അത് മാത്രമല്ല ഒരുപാട് അതായത് കത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഇവര് കയ്യും കൊടുക്കുന്നുണ്ട് അല്ലേ അബിൽ ബ്രോ. നമ്മളെല്ലാം പറഞ്ഞ് കോംപ്ലിമെന്റ്സ് ആക്കിയെന്നും പറഞ്ഞിട്ട് കോംപ്രമൈസ് ആക്കിയെന്നും പറഞ്ഞുകൊണ്ട് ഷെയ്ക്ക് ഹാൻഡും കൊടുക്കുന്നുണ്ട്. ഇതാണോ ഭീഷണിപ്പെടുത്തി എടുപ്പിച്ച വീഡിയോ? ഇതാണല്ലേ ഭീഷണിപ്പെടുത്തി എടുപ്പിച്ച വീഡിയോ? ഓക്കെ, നമുക്ക് റോബിൻ്റെ ബാക്കി കേൾക്കാം. പിന്നെ ഈ പറഞ്ഞ ഈ കഴിഞ്ഞ മാർച്ചിലാണ് പുള്ളിക്കാരൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഞാൻ കംപ്ലൈൻറ്റ് കൊടുത്തതിന് ശേഷമാണ് ഞാൻ ചോദിച്ചത്. ആ അക്കൗണ്ട് ഡീറ്റെയിൽസ് എനിക്ക് തരുകയും ചെയ്തു. തന്ന പ്രകാരം ഞാൻ അതിൽ കംപ്ലൈൻറ്റ് കൊടുത്തതിന് ശേഷം എന്തിനാണ് അക്കൗണ്ട് നമ്പർ മേടിച്ചിട്ട് അയച്ചു കൊടുക്കുന്നത്? എന്നാൽ പിന്നെ നീ നിയമപരമായിട്ട് അങ്ങ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ പോരെ. സംതിങ് ഫിഷി. റോബിന് ഇത് വിശ്വസിക്കാൻ പറ്റുന്ന കഥകളേ അല്ല. ഇപ്പം അവരങ്ങനെ ഒരു വീഡിയോ വീണ്ടും റോബിനെ എടുത്തിട്ടുണ്ടെങ്കിൽ റോബിന് അത് എടുക്കാൻ നിർബന്ധിതമായത് അവർക്ക് പൈസ തിരിച്ചു കൊടുക്കാനുള്ളതുകൊണ്ടാണ്. നിലവിലെ സാഹചര്യം ജനുവരിയിൽ അത് കൊടുത്ത് തീർക്കുമെന്ന് പറഞ്ഞു. ഇതിപ്പോൾ ഓഗസ്റ്റിൽ ഇത് പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ പൈസ കൊടുത്തിട്ടില്ല. അവരുടെ പൈസ താങ്കൾ കൈപ്പറ്റിയിട്ടുണ്ട്. ആ പൈസ തിരിച്ചു കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇത് തല്ലി കൊന്നാലും കൊടുക്കൂല അത്തണ്ടികളെ പറ്റുമെങ്കിൽ കിടന്ന് മേടിച്ചോളാം. ഇതാണ് കുറേ പേരുടെ പരിപാടി. അവരുടെയും ഇവരുടെയും എല്ലാം പൈസ മേടിച്ചിട്ട് ആർഭാടം കാണിച്ച് ജീവിക്കും. സ്വന്തമായിട്ടൊരു നക്കാപ്പിച്ചില്ല, കുറേ അഹങ്കാരം മാത്രം കയ്യിൽ വെച്ചുകൊണ്ട് നടക്കും. റോബിൻ എന്നാ പൈസ തിരിച്ചു കൊടുത്തിട്ട് തൻ്റെ പേര് നിലനിർത്തണം. 11 ലക്ഷം രൂപ അതിലേക്കും ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. കാരണം അതുവരെ എനിക്ക് വിശ്വാസമായിരുന്നു ഇയാൾ മുന്നേ കംപ്ലൈൻറ്റ് കൊടുത്തതിന് ശേഷം ഇത് ശരിയാവില്ലെന്ന് വിചാരിച്ചാൽ അപ്പോഴാണ് ഇയാൾ എൻ്റെ അടുത്ത് ആദ്യമായിട്ട് ഇയാളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം. ശരി, അക്കൗണ്ട് ഡീറ്റെയിൽസ് അന്നേരം ആദ്യമായിട്ട് തന്നു. താങ്കൾ ആ പൈസ മൊത്തം അങ്ങേർക്ക് ട്രാൻസ്ഫർ ചെയ്ത് തിരിച്ച് നൽകിയോ? നൽകിയില്ല. എന്തുകൊണ്ട്? റോബിൻ്റെ ഫണ്ട് ഇല്ലാഞ്ഞിട്ടാണോ? റോബിൻ്റെ പൈസ ഇല്ലാഞ്ഞിട്ടാണോ? കേൾക്കാം. പഞ്ചാബ് നാഷണൽ, ഞാൻ 2 അക്കൗണ്ട് യൂസ് ചെയ്യാം. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ എൻ്റെ ഡോക്ടർ റോബിൻ ആദാഷ് എന്ന് പറഞ്ഞ എൻ്റെ അക്കൗണ്ടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ്. ഇത് കഴിഞ്ഞ 2.5 വർഷത്തെ സ്റ്റേറ്റ്മെൻറ്റാണ്. മനസ്സിലായില്ലേ? 2.5 വർഷത്തെ എൻ്റെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റാണ്. ഇതിൽ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൽ ഓൾമോസ്റ്റ് 5,44,00,000 രൂപയുടെ ട്രാൻസാക്ഷൻ എൻ്റെ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നടന്നിട്ടുണ്ട്. ഇതിൽ ഇല്ലീഗലായിട്ടുള്ള 1 രൂപ പോലും ഇല്ല. പൊന്നു റോബിനെ, 5 കോടിയുടെ ട്രാൻസാക്ഷൻ ഉണ്ട്. ശരി, തൻ്റെ പൈസ ഉണ്ട്. താൻ എന്തുകൊണ്ടാണ് പൈസ അവരുടെ 35 ലക്ഷം 38 ലക്ഷം രൂപ തിരിച്ചു കൊടുത്തിട്ട് ഈ 1 കോടിയിൽ നിന്ന് ബാക്കി 70 ലക്ഷം രൂപ നിങ്ങളെ കയ്യിൽ വെച്ചോ? അവൻ്റെ പൈസ കൊടുത്തേരെ. അതുപോലെ തന്നെ 6 മാസത്തെ HDFCയുടെ സ്റ്റേറ്റ്മെന്റ്, എൻ്റെ HDFCയുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് കേട്ടോ. സ്റ്റേറ്റ്മെന്റ് ഇതിനകത്ത് 1 കോടി രൂപയുണ്ട്. അതിൽ നിന്ന് അവരുടെ പൈസ കൊടുക്കൂ. അവരുടെ പൈസ കൊടുക്കാൻ പറ്റില്ല. ഇനി കാണുന്ന ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഒരു ഫണ്ട് വരുന്നു, ആ ഫണ്ട് അവിടെ കിടക്കുന്നു, ആ ഫണ്ട് ട്രാൻസ്ഫർ ആയി പോകുന്നു, അതാണ് ഒരു ട്രാൻസാക്ഷൻ. പൈസ വന്നു കിടന്നു പോയി, അന്നൊരു ട്രാൻസാക്ഷൻ. ഇന്ന് രാവിലെ തന്നെ വന്ന് ഇന്ന് രാത്രി വൈകിട്ടിന് മുമ്പ് തന്നെ ഇത് പോയി കഴിഞ്ഞാൽ ഇത് ബാങ്ക് ഒരു ഫുൾ കംപ്ലീറ്റ് ട്രാൻസാക്ഷൻ ആയിട്ട് കണക്കാക്കില്ല. ഇവൻ്റെ അക്കൗണ്ടിൽ ആരണ്ടൊക്കെ പറ്റിച്ച് കുറേ പൈസ വരുന്നു, ആ പൈസകൾ ആർക്കൊക്കെ അയച്ചു കൊടുക്കുന്നു, അവനെ പറ്റിച്ച് കുറേ പൈസ വരുന്നു. ഇങ്ങനെ 1 കോടി രൂപയുടെ 5 കോടി രൂപയുടെ ട്രാൻസാക്ഷൻ ഉണ്ടായിട്ട് കാര്യമില്ല. നിങ്ങളുടെ ITR കാണിക്കും, അതിൽ നിങ്ങളുടെ റവന്യൂ കാണിച്ചിരിക്കുന്നത് കാണിക്കും. നിങ്ങൾ 5 കോടി രൂപയുടെ ITRല്ല നിങ്ങളുടെ പ്രോഫിറ്റ് നിങ്ങൾ കാണിക്കുന്നുണ്ട്, നിങ്ങളുടെ റവന്യൂ നിങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ ഇതാ പറഞ്ഞ ന്യായം, നിങ്ങളുടെ കയ്യിൽ കാശുണ്ട്. ഓക്കെ, അപ്പോൾ കാശുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോട്ടെ ഇപ്പം 5 കോടി രൂപയുടെ ട്രാൻസാക്ഷൻ ഉണ്ടായിട്ട് നിങ്ങൾ എന്തുകൊണ്ട് അവരുടെ പൈസ കൊടുത്തില്ല? ഇനി നമ്മുടെ റോബിൻ എങ്ങനെയെങ്കിൽ 5 കോടി രൂപ കിട്ടിയത് ഒന്ന് കേൾക്കാമേ. ഞാൻ പ്രഷർ എടുത്ത് എനിക്ക് ഒരു മിനിറ്റ് 10 ദിവസത്തിലുള്ള ഡേറ്റ് ആണ് പറയാൻ പോണത്. 10 ദിവസത്തിലുള്ള ഡേറ്റ്, 10 ദിവസം 10 days.
ഓൾറെഡി ഞാൻ പറഞ്ഞ ദിവസം ഒരാഴ്ച ഉണ്ട്. 10 ദിവസത്തിൽ പറയുന്ന ഒരു ഡേറ്റ് എന്ന് വെച്ചാൽ ഈ പറയുന്ന ആ ഡേറ്റ്, എനിക്ക് ആ ഡേറ്റ് ഇപ്പൊ വന്ന് ഈ മീറ്റിംഗ് എന്ന് കഴിഞ്ഞാൽ ആ ഡേറ്റ് എടുത്തു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് അത്യാവശ്യം ഫണ്ട് എല്ലാ രീതിയിലും കിട്ടും. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞാൽ, കാരണം എനിക്ക് ഈ ഇലക്ഷന് വേണ്ടി ചെലവ് ചെയ്യാനുള്ള ഫണ്ടാണ്. ഇലക്ഷന് വേണ്ടി ചിലവാക്കാനുള്ള ഫണ്ട് റോബിന് കിട്ടും. അത് റോബിന്റെ കീശയിൽ ഇട്ടിട്ട് പോവാം. ഇലക്ഷൻ കമ്മീഷൻ ഇതിനകത്ത് ഇടപെടണം. വക മാറ്റി ഫണ്ട് ചിലവാക്കി. എത്ര രൂപയുടെ ഇല്ലീഗൽ ട്രാൻസാക്ഷൻ ഇതിനകത്ത് നടന്നിട്ടുണ്ട്? റോബിനല്ലേ പറഞ്ഞു ഇല്ലീഗലായിട്ട് ഒരു ട്രാൻസാക്ഷനും ഇല്ല എന്നുള്ളത്. ഇലക്ഷന് ചിലവാക്കാൻ വേണ്ടി പാർട്ടി കൊടുത്ത, പർപ്പസ്ഫുള്ളി ഇലക്ഷന് വേണ്ടി കൊടുത്ത ഫണ്ട്, അല്ലെങ്കിൽ ആരോ ഇലക്ഷൻ പ്രചരണത്തിന് വേണ്ടി കൊടുത്ത ഫണ്ട്, അതെങ്ങനെ റോബിൻ രാധാകൃഷ്ണൻ റോബിന്റെ പേഴ്സണൽ ഒരു ബന്ധത്തിൽ ഒരു കടം വീട്ടാനായിട്ട് എടുക്കുന്ന എങ്ങനെയാ? പാർട്ടിക്കാരെ വലിപ്പിച്ചല്ലേ? നൈസ്. നിന്റെ കയ്യിലേക്ക് എങ്ങനെ ഇലക്ഷൻ ഫണ്ട് വരിക? എനിക്ക് തോന്നുന്നുണ്ടോ നിന്റെ കയ്യിൽ ഇലക്ഷൻ ഫണ്ട് വരുന്നു? പാർട്ടി ഫണ്ട് അല്ല. ഒന്നും പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റില്ല. എനിക്കത് പറയാൻ പറ്റില്ല, ഫോണിൽ കൂടെ പറയാൻ പറ്റില്ല. പാർട്ടി ഫണ്ട് അല്ല, എനിക്കത് ഫോണിൽ കൂടെ പറയാൻ പറ്റത്തില്ല. ദാറ്റ് മീൻസ് ഇറ്റ് വാസ് ഇല്ലീഗൽ. വളരെ മാന്യമായിട്ട് മര്യാദക്കായിട്ട് ലീഗലി വരുന്ന പൈസ ആണെങ്കിൽ എന്തുകൊണ്ട് റോബിനത് പുറത്ത് പറയാൻ പറ്റില്ല, ഫോണിൽ കൂടെ പറയാൻ പറ്റത്തില്ല? സോ അതിനകത്ത് എന്തോ കള്ളത്തരമുള്ളൊരു ഫണ്ടാണത്. അപ്പോൾ ആരെയാണ്ടോ പറ്റിച്ച് വീണ്ടും കുറേ ഫണ്ട് വരും, ആ ഫണ്ട് ചിലവാക്കുക, ഇല്ലയോ? ഇനി റോബിൻ്റെ ഈ കാശ് തിരിച്ചു തരും എന്ന് പറയുന്ന ഒരു വീഡിയോ കൂടെ നമുക്ക് കാണാമേ. ഇന്ന് 18/12/2025 വ്യാഴാഴ്ച, സമയം 7 മണിയാവാൻ പോകുന്നത് വൈകുന്നേരം. അപ്പോൾ എനിക്കൊരു 4 ലക്ഷം രൂപ എമർജൻസി ഉണ്ട്. ഓക്കെ, അപ്പം ഞാൻ അഭിപ്രോവിന്റെ കയ്യിൽ നിന്നും 4 ലക്ഷം രൂപ വാങ്ങാൻ പോവുകയാണ്. നാളെ, അതായത് 19/12/2025 ഫ്രൈഡേ രാത്രി 10 മണിയാകുമ്പം 4,25,000 രൂപയായിട്ട് ഞാനിത് തിരിച്ച് കൊടുത്തിരിക്കും, അറ്റ് എനി കോസ്റ്റ്. ഓക്കെ, അതിനുവേണ്ടി ഞാൻ ഈ ഒരു വീഡിയോ അത്രയും ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അത്രയും കോൺഫിഡന്റ് ആയിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നാളെ രാത്രി 10 മണിയാകുമ്പോൾ ഈ 4,25,000 രൂപ ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിരിക്കും. എനിക്ക് അറിഞ്ഞൂടെ, ഞാൻ ഈ കെഞ്ചാണ്. ഓക്കെ, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഒരു മനുഷ്യൻ്റെ അവസ്ഥയിൽ പറയുന്ന പല കാര്യങ്ങളും ആയിരിക്കും. പക്ഷെ നമ്മൾ ആ പറഞ്ഞ സമയത്ത് തിരിച്ചു കൊടുക്കണം. അവന് പല ആവശ്യങ്ങളും കാണും, ഇല്ലായിരിക്കും. പക്ഷെ നമ്മൾ ആ പറഞ്ഞ സമയത്ത് തിരിച്ചു കൊടുക്കേണ്ടതായി വരും. മറ്റൊരു വീഡിയോ കൂടെ നമുക്കൊന്ന് കാണാം. റോബിൻ രാധാകൃഷ്ണൻ പറയുന്നത്. നമസ്കാരം, ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ, സുവിധ അഭിപ്രായമാണ്. അപ്പം നമ്മൾ തമ്മിൽ ഓൾറെഡി ഈ സെറ്റിൽമെന്റിന്റെ കാര്യം സംസാരിച്ചിരുന്നു, എമൗണ്ട് സംസാരിച്ചിരുന്നു. അപ്പം അതെ പറഞ്ഞിരുന്നു. അപ്പൊ 5 lakhs ഓൾറെഡി കൊടുത്തു. ഇനി ബാലൻസ് 40 ലക്ഷം രൂപയാണ്. അതിൽ ഈ വരുന്ന മെയ് 28-ാം തീയതി അന്ന് 5 ലക്ഷം രൂപ, ജൂൺ 5-ാം തീയതി അന്ന് ബാലൻസ് 5 ലക്ഷം രൂപ, ജൂൺ 10-ാം തീയതി അന്ന് 5 ലക്ഷം രൂപ. അപ്പൊ ടോട്ടല് 20 ലക്ഷം രൂപ അന്ന് ക്ലിയർ ചെയ്യും. അത് കഴിഞ്ഞ ശേഷം ജൂൺ 15-ാം തീയതി അന്ന് 25 lakhs കൂടെ ചേർത്തിട്ട് കംപ്ലീറ്റ് അമൗണ്ട് അന്നത്തോടെ ഫിനിഷ് ചെയ്യാണ്. ഇതൊക്കെ കൊടുക്കാന്ന് പറയും. മറ്റേ വെള്ളിമുങ്ങിക്കകത്ത് പറയുന്നല്ലേ, വാഗ്ദാനം മാത്രം, ഒന്നും നടക്കത്തില്ല. ഓക്കെ, നമുക്ക് റോബിന്റെ ബാക്കിയും കൂടെ കണ്ടിട്ട് ഇതേപോലത്തെ ഒരു ചാറ്റും കൂടെ ഞാൻ കാണിച്ചു തരാം. ബാക്കിയാണ് സർക്കാരിലേക്ക് മാനിപ്പുലേറ്റ് ചെയ്ത് കൊടുക്കുന്നതിന് പകരം നിങ്ങൾ ജെന്യൂൻ ആണ്, സിൻസിയർ ആണ്, സത്യസന്ധനാണെന്നുണ്ടെങ്കിൽ ലീഗലി പോകൂ. ഞാൻ റെഡിയാണ്, എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ ലീഗലി പോകാൻ റെഡിയാണ്. എന്തുകൊണ്ട് നിങ്ങൾ വരുന്നില്ല? നിങ്ങൾ വന്നത് പ്രൂവ് ചെയ്യൂ. ഓക്കെ, അത് ശരി. അവർ നിങ്ങൾക്ക് പൈസയും തന്ന് ആ പൈസ തിരിച്ചു വെച്ചപ്പോൾ തരാൻ സൗകര്യമില്ലെന്നും പറഞ്ഞ് അതിപ്പോൾ അവർ ലീഗലി പോയി പ്രൂവ് ചെയ്യണം. നല്ലതാ, വളരെ നല്ലതാ. ഇനി റോബിൻ്റെ ഒരു ചാറ്റ് കൂടെ വേദലക്ഷ്മിയുടെ ചാനലിൽ ലീക്ക് ആയിട്ടുണ്ടായിരുന്നു. അത് കാണാം, എൻജോയബിൾ സാധനം. സെറ്റാണ്, ഡോണ്ട് വറി. റോബിൻ്റെ വീഡിയോ. നമസ്കാരം, ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. സോ ഇന്ന് മെയ് 27-ാം തീയതിയാണ്. അപ്പം എനിക്കൊരു 90,000 രൂപ വേണം, 90,000. സോ അബിൽ ബ്രോൻ്റെ അടുത്ത് ഞാൻ ചോദിക്കുകയാണ്. എനിക്കറിയാം അബിൽ ബ്രോയിനെ ഹെൽപ്പ് ചെയ്യുന്നത്. വളരെ നല്ല തങ്കപ്പെട്ട പാവം മനുഷ്യനാണ് അബിൽ ബ്രോ. തങ്കപ്പെട്ട മറ്റേ പ്രതി തങ്കപ്പേട്ടൻ ഇപ്പൊ തങ്കപ്പേട്ടനായി. അയ്യോടാ. അപ്പം ദൈവത്തോത്ത് കനിയണം, ഒരു എമർജൻസി സിറ്റുവേഷൻ ആണ്, ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഞാൻ ഇന്ന് വൈകുന്നേരം ഒരു രാത്രിക്കകത്ത് ഒരു 10 മണിക്കകത്ത്, ജസ്റ്റ് ഒരു ദിവസം പോലും വേണ്ട, 10 മണിക്കകത്ത് 27-ാം തീയതി തന്നെ രാത്രി 10 മണിക്കകത്ത് 10:30 ഞാനത് ട്രാൻസ്ഫർ ചെയ്തേക്കാം. എനിക്കൊരു 90,000 ഒന്ന് ഹെൽപ്പ് ചെയ്യണം പ്ലീസ്. ഇതൊരു റിക്വസ്റ്റ് ആണ്. പിന്നെ ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ സീസൺ 8 വിന്നറായി. അപ്പൊ സീസൺ 8 അബിൽ ചേട്ടനും ഉണ്ട്. അത് അതിന് വേണ്ടിയിട്ടുള്ള ഗിമ്മിക്കൊന്നും അല്ലല്ലോ അല്ലേ ഇത്? ഓക്കെ, വരട്ടെ. ഈ ഒരു ബ്രദറിന്റെ എല്ലാവിധ ആശംസകളും, ഓൾ ദി വെരി ബെസ്റ്റ്. പിന്നെ വിജയിച്ചു വരും. ഇനി ഇതൊന്ന് ഹെൽപ്പ് ചെയ്യ് പ്ലീസ്, എന്ന് പറയും. ചെക്ക് ദിസ് വീഡിയോ. അതായത് അബിൽ ദേവിന് അറിയില്ല ഇങ്ങനൊരു വീഡിയോ അയച്ചിട്ടുണ്ടെന്നുള്ള കാര്യം. ഇത് ചെക്ക് മേറ്റ്സ്. നമ്മൾ
വീഡിയോ കോൾ ചെയ്ത് പറയുന്ന പോലെയാണ് പുള്ളി. ഇടയ്ക്കിടയ്ക്ക് ഓരോ വീഡിയോ, ഇന്നൊരു 50,000 രൂപയുടെ ആവശ്യമുണ്ടോ, എനിക്കൊന്ന് അയച്ചേക്കണേ, ഇവൻ അയച്ച്. ഒരു 90,000, ഒരു 4 ലക്ഷം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറ വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കും ബ്രോ. ഇത് വീഡിയോ അയച്ചു കൊടുത്ത ഈ പണി പാളി ചെയ്തു കേട്ടോ. ഈ വീഡിയോ ഫുൾ കാണ്, എമർജൻസി, എന്നിട്ട് കരയുന്നു, തലക്കൂടെ തുണിയിട്ട് പോകുന്നു. റോബിൻ നീ എന്തൊക്കെയാ അയക്കുന്നത്? പുള്ളിക്കാരൻ അറിയത്ത് പോലും ഇല്ല ഈ സാധനം. അബിൽദേവിന് എനിക്ക് നിങ്ങളേ ഉള്ളൂ, വർക്കർ സാലറി കൊടുക്കണം, ഇതാണ് പ്ലീസ് കൈൻഡ് ഹനുമാൻ കൈൻഡ് അല്ല, വേറെ കൈൻഡ്. അപ്പൊ പുള്ളി നോ വേ എന്ന് പറയുന്നു. റിക്വസ്റ്റ് എനിക്ക് ഹെൽപ്പ് ചെയ്, സീസൺ 8 വിന്നർ, സോപ്പ് പതപ്പിക്കങ്ങോട്ട്, സീസൺ 8 വിന്നർ ബ്രോ, യു ആർ ദ ഹീറോ. ഹീമാനാ മറ്റേ വാളൊക്കെ പിടിച്ചോണ്ട്, മറ്റേ ലോകത്തിന്റെ ശക്തി, ആ ഹീമാൻ. എന്തൊക്കെ തള്ളാണ്. ശരി, വലിയ ആളായിപ്പോയി. ആമന്നെ നിനക്ക് പൈസ എന്നിട്ട് തിരിച്ചു തരാത്ത പുള്ളി വലിയ ആളായിപ്പോയി, വീണ്ടും പൈസ തരാത്തതിന്. നൈറ്റ് 10 PM റിട്ടേൺ ഇടും ബ്രോ, വീഡിയോ കോൾ ബ്രോ, 100% നോ സോറി ബ്രോ, സോറി, പറ്റുന്നത് എല്ലാം ഞാൻ ചെയ്തു തന്നു, സോറി, ഇത് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ആകെ ഒരു ഹോപ്പ് ബ്രോ ആയിരുന്നു, 100% നോ ബ്രോ എന്ന് പറഞ്ഞ റോബിൻ എന്ന് പറഞ്ഞിട്ട് പുള്ളി മെസ്സേജ് അയക്കുന്നു. കരയുന്നു, ഞാൻ അല്ലെങ്കിലും ഒരു ഓർഫൺ ആണല്ലോ. വിക്ടിം കാർഡ് അല്ലോ, അനാഥ കാർഡ്. ബിഗ് ബോസ് ഗെയിമാണിത്. ഓക്കെ. ലാസ്റ്റ് 2 times റിമെയിൻ നോട് പോലും പറഞ്ഞു ചെയ്തു തന്നു, ഞാൻ ആ ഫണ്ട് തിരിച്ചു കൊടുത്തു, ഇന്ന് നൈറ്റ് 10 റിട്ടേൺ ചെയ്യാം പ്ലീസ്, ഇല്ലെങ്കിൽ എൻ്റെ അച്ഛൻ എസ് രാധാകൃഷ്ണൻ, അച്ഛനെയും കൂടെ പറയിക്കാനായിട്ട്. 90K 10 PM റിട്ടേൺ ചെയ്തു, ഇല്ലെങ്കിൽ എൻ്റെ അച്ഛൻ എസ് രാധാകൃഷ്ണൻ അല്ല. പുള്ളി ഇതെല്ലാം അറിയുന്നുണ്ട് പാവം. ഓഡീഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഹോപ്പ് യു ഡു വെൽ ബ്രോ, ഹെൽപ്പ് കൈൻഡ് റിക്വസ്റ്റ്, നെക്സ്റ്റ് ഓഡീഷൻ എപ്പോഴാ ബ്രോ, പ്ലീസ് നൈറ്റ് 10 മണി, എനിക്ക് നിങ്ങളെ ഉള്ളൂ. അബിൽ ബ്രോ പാവമാ ബ്രോ. ഇതൊക്കെയാണ് റോബിൻ്റെ പരിപാടികൾ. നാട് മൊത്തം നടന്ന് നാട്ടുകാരെ എല്ലാം പറ്റിച്ച് തിരിച്ചു കൊടുക്കാൻ എന്ന് പറഞ്ഞ് പൈസ മേടിച്ചിട്ട് പൈസ തിരിച്ചു വയ്ക്കുമ്പോഴത്തേനും പെടലിക്കടിയും കൊടുത്ത് വിടുന്നത് അത്ര നല്ല സാധനമല്ല. നമുക്ക് നിവൃത്തികേടുണ്ട്, എല്ലാ കാശുകാരുൾപ്പെടെ കടം മേടിക്കേണ്ടതായിട്ട് വരും, അതിനകത്തൊന്നും തെറ്റില്ല. പക്ഷെ മേടിച്ച പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റണം. തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അതിനുള്ള വ്യക്തപരമായ കാര്യകാരണം അവരെ ബോധിപ്പിക്കണം, കറക്റ്റായിട്ടുള്ള രീതിയിൽ പോകണം. അല്ലാതെ തിരിച്ചു വയ്ക്കുന്ന പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തി ഞാനങ്ങ് പാർട്ടിക്കാരന് നീ അങ്ങ് സ്ഥലം മാറ്റിക്കളയും, ആ സെറ്റപ്പ് ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇതിൽ നിന്നൊക്കെ തന്നെ നമുക്ക് വ്യക്തമാണ് റോബിൻ പൈസ മേടിച്ചു, തിരിച്ചു കൊടുത്തിട്ടില്ല. തിരിച്ച് ചോദിച്ചപ്പോഴത്തേനും നീ എന്നാൽ പോയി കേസ് ഉണ്ടാക്കിയിട്ട് പാടാന്ന് പറഞ്ഞു. ഇതാണ് സംഭവം. വളരെ ക്ലിയർ ആയിട്ട് ഇത്ര ഉള്ളു ജെന്യുവിൻ ആയിട്ടുള്ള സംഭവം. ഏതായാലും വേദലക്ഷ്മി കുറേ വീഡിയോ അങ്ങോട്ട്, റോബിൻ കുറേ വീഡിയോ ഇങ്ങോട്ടൊക്കെ ഇടുന്നുണ്ട്. നമുക്ക് പുതിയ അപ്ഡേറ്റ് എന്തെങ്കിലും വരുവാണെങ്കിൽ അതുമായിട്ട് കാണാം. ഇതിൻ്റെ ഇടയ്ക്ക് അനന്തവും വന്നിട്ടുണ്ട്, ഡ്രേക്ക്. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റിൽ അറിയപ്പെടുത്തുന്നവർ ഇട്ടാണ് തരാം.